ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് തളിപ്പറമ്പിലേക്കാണ് കേട്ടോ. കുറച്ച് ആവശ്യങ്ങളുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഞാനും പോകുന്നത്. നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് തന്നെ പോകുന്നത് ഓഫീസിലേക്കാണ്. അപ്പോൾ അതിനായിട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഓഫീസിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട്. അതായത് ഹെയർ കട്ട് ഒന്ന് ചെയ്യണം. കുറേ നാളായി ഹെയർ കട്ട് ചെയ്തിട്ട്. അപ്പോൾ പറ്റിയൊരു ബ്യൂട്ടി പാർലർ തളിപ്പറമ്പിൽ നല്ലത് ഏതാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ 1-2 ആൾക്കാരോട് അന്വേഷിച്ചപ്പം ചാന്ത് എന്ന് പറഞ്ഞിട്ട് തളിപ്പറമ്പിലുള്ള ബ്യൂട്ടി പാർലർ നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ അതിന് ശേഷം എന്താ ഹെയർ കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാഷ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യുന്നതിന് മുന്നേ വാഷ് ചെയ്യണമെന്ന് ചോദിച്ചിരുന്നു. പിന്നെ എനിക്ക് ആ സമയത്ത് സെറ്റ് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ മുടിയിൽ അത്യാവശ്യം എണ്ണ ഉള്ളതുകൊണ്ട് തന്നെ വാഷ് ചെയ്താലേ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് അത് വാഷ് ചെയ്തിട്ട് ഇതാ സെറ്റ് ചെയ്യൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലെയർ അടിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ മുടി ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും 500 മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ണൂർ ഭാഗത്തൊക്കെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ കുറച്ചും കൂടെ എന്തായാലും റേറ്റ് ആയതിനെ അധികം. അപ്പോൾ അത് അവർ ഡിഫറൻസ് അറിയാമായിരിക്കുമല്ലേ, അവിടെ കണ്ണൂരൊക്കെ ഇപ്പോൾ അവർക്ക് അറിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ഓഫീസിലേക്ക് ഇതാ തിരികെ പോവുകയാണ്. അപ്പോൾ ഭയങ്കര ചൂടാണ്, പുറത്തൊന്നും ഇറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഓഫീസിലെത്തിയതിന് ശേഷം എന്താ മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇങ്ങനെ പറിച്ചിടുമ്പോൾ നല്ല രീതിക്ക് ചൂടടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഓഫീസിൽ നിന്ന് ഒരു ഇത് എഴുതാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നിട്ടായിട്ടുള്ളത്. അതൊന്ന് എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങും. അതിന് ശേഷം എന്താ ഓഫീസിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഐസ്ക്രീം ഒന്ന് കഴിക്കാമെന്ന് എഴുതിയിട്ട് കയറിയിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ ഭയങ്കര ഐസ്ക്രീം ലവറായിരുന്നു. ഇപ്പം അത്ര ഇല്ലെങ്കിലും ഇടയ്ക്ക് മാത്രമേ തോന്നൂ. പണ്ട് എവിടെ പുറത്തു പോയാലും എനിക്ക് ഈ ഒരു സാധനം മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതും കഴിച്ച് നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കാമെന്ന്. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലബിൻ്റെ വാർഷികമാണ്, ഫസ്റ്റ് ഡേ ആണ്. 2 ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് വീട്ടിൽ പെട്ടെന്ന് എത്തിയിട്ട് വേണം അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പരിപാടി സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് നടന്നിട്ട്. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ മേക്കപ്പ് റൂമിലൊക്കെ കയറിയപ്പോൾ തന്നെ കണ്ടത് അതിസുന്ദരമായ ഒരു കാഴ്ച തന്നെയാണ്. അതായത് നമ്മുടെ മൊഞ്ചത്തികളൊക്കെ ഇവിടെ നല്ല സുന്ദരികളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയുണ്ട് ഇവരെ മേക്കപ്പ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു അടിപൊളി ഒപ്പന തന്നെയാണ് കേട്ടോ. ഇത് കോപ്പിറൈറ്റ് കിട്ടുന്നത് കാരണമാണ് ഞാനിതൊന്നും ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. സോങ് പ്രശ്നം വരും, അതുകൊണ്ട് ഞാൻ ഷോർട്സ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിലെ സോങ് കട്ട് ചെയ്തിട്ട് ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെയുള്ള ഇതാണ് ഞാൻ എടുത്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കാണുന്ന ആഗ്രഹമുള്ളവർ കാണണം കേട്ടോ. അപ്പോൾ ആ ദിവസത്തെ അത്ര ചെറിയ വിശേഷങ്ങളെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് തന്നെ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. ധൻഷു ബേബിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കുമല്ലോ എന്ന് കരുതിയിട്ട് അവൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. മുട്ട ഓംലേറ്റ് ഞാൻ പല രൂപത്തിലാക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിപ്പോൾ ഒരു ആനേൻ്റെ ഷേപ്പിലാക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനൊരു കണ്ണ് വെച്ച് കൊടുക്കുക. അതായത് ഞാനൊരു കറിവേപ്പില ഒന്ന് ആ ഒരു ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടാണ് അങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ധൻഷു ബേബിക്ക് എന്തായാലും ഇതൊക്കെ കണ്ടാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ചെറുതായിട്ട് ഏതാണ്ട് ആ ഒരു കുട്ടികളൊക്കെ പടം വരച്ച പോലെ ഇരിക്കുന്നുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി ഇത് പുള്ളിക്കാരനും കൊടുത്തു നോക്കാം, ഇഷ്ടാവോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്നും അറിയാമല്ലോ. അപ്പോൾ ഇതുപോലെ ഫുഡ് കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാർ തീർച്ചയായും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ആൾക്കിത് കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അച്ഛാ അതെന്താ? എലിഫന്റ്. ആ നമുക്ക് ഫുഡ് കഴിക്കാം. കഴിക്കാം, ഫുള്ള് കഴിക്കണേ. വാവ ഫുള്ളും കഴിക്കും. ആനയുടെ ഇറച്ചിയാണെന്നൊക്കെ പറഞ്ഞ് ഫുഡ് പെട്ടെന്ന് കഴിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. പക്ഷേങ്കിൽ ആളെ നോക്കി അത് തൊടാൻ പോലെ തന്നെ സമ്മതിക്കുന്നില്ല കേട്ടോ. ആനയെ പറിക്കാൻ പറ്റൂല എന്നാണ് ധൻഷു പറയുന്നത്. അപ്പോൾ എങ്ങനെ ഈ ഫുഡ് ഞാൻ പെട്ടെന്ന് കഴിപ്പിക്കുന്നു എനിക്ക് ഒരു പിടിയില്ല കേട്ടോ. നീ ആനേനെ എപ്പെങ്കിലും തിന്നിനാ? നല്ല ടേസ്റ്റ്. അത് പൊളിക്കട്ടെ ഒരു കഷ്ണം പ്ലീസ്. ഒരു കഷ്ണം പൊളിക്കാം അല്ലേ, ചോറിൻ്റെ കൂടെ കഴിക്കാൻ. തുമ്പിക്കൈ തന്നെ വരയ്ക്കാം. ആ ചോറും കൂട്ടി ദാച്ചു ഇപ്പം ചോറ് തിന്നും. തുമ്പിക്കൈ നല്ല ടേസ്റ്റാ. വേമ്പാ കാക്ക വന്നിട്ടുണ്ടോ? ആനയെ കൊത്താൻ കാക്കയായിരുന്നു.
ചോറ് വാരിട്ടുള്ളല്ല. ഇരുന്നിട്ട് നിന്ന് ആനേൻ്റെ ഇറച്ചി ടേസ്റ്റ് ഉണ്ടോ? സൂപ്പറാ. വെള്ളം നോക്കല്ല. ആനേൻ്റെ ഇറച്ചി എന്തുണ്ട്? ഇഷ്ടായിനേ? ധനുഷാണ് ഫസ്റ്റ് ആനേൻ്റെ ഇറച്ചി നിന്ന് ഈ ലോകത്ത്, അതറിയാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ ആൾ ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പം നമ്മുടെ പൂരത്തിൻ്റെ ഭാഗമായിട്ട് എഴുന്നള്ളിച്ച് വരും കേട്ടോ കാവിൽ നിന്ന്. അപ്പോൾ അതിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തമ്പുരാട്ടി അമ്മ വരും കേട്ടോ ഇപ്പോൾ. ഇപ്പോൾ പൂരം എന്താണെന്നോ പൂരത്തിൻ്റെ ആചാരങ്ങൾ എന്തൊക്കെയാണെന്നോ ഒക്കെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അറിയുന്നവരായാലും അറിയാത്തവരായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.